നമസ്കാരം. നമ്മൾ വെക്കാൻ പോകുന്നത് ഉണ്ണിക്കാമ്പിൻ്റെ തോരനാണ്. ഉണ്ണിക്കാമ്പ് ചെറുതായി അരിഞ്ഞത്, അതിൽ കുറച്ച് പച്ച പട്ടാണി, അതിൽ ഇപ്പം കുറച്ച് മത്തനും സ്ക്രാപ്പറിൽ അരച്ചത്. വെറും കാമ്പ് മാത്രം ഉപയോഗിക്കാൻ കുറച്ച് പ്രയാസമായിട്ട് തോന്നും, അതുകൊണ്ടാണ് കുറച്ച് മത്തനും കൂടി അതിൽ ആഡ് ചെയ്തത്. മത്തനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രയാസമില്ലാതെ മാമ്പ് കഴിക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ അല്പം തേങ്ങ, അതേപോലെ അതിൽ നമുക്ക് അല്പം ഇലയും കൂടി ചേർക്കാം. മധുരച്ചീര എന്ന് പറയുന്ന സാധാരണ എല്ലായിടവും കണ്ടുവരുന്ന ഒരു തരം ചീരയാണ് ഇത്. ഇതും അല്പം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ചട്ടിയിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്കൊന്ന് കുറഞ്ഞ വേവിൽ വഴറ്റിയെടുക്കാൻ ശ്രമിക്കാം. ഈ വെള്ളം എന്ന് പറയുന്നത് ചട്ടിയിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു നനവ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് പറഞ്ഞാൽ കാമ്പിൽ കൂടുതൽ ജലാംശമായതുകൊണ്ട് അപ്പോൾ അതിൽ നിന്ന് വെള്ളം വരും. അതുകൊണ്ട് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ഡ്രൈ ആയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. പട്ടാണി ഉപയോഗിച്ച് ഇതിൽ നിന്ന് ഇറന്നിട്ട് ഉപയോഗിക്കുന്ന പട്ടാണിയാണ്. അതുകൊണ്ട് ഇതിന് വേവിൻ്റെ ആവശ്യമില്ല, പച്ചയായിട്ട് തിന്നാൻ പറ്റുന്ന പട്ടാണിയാണ്. അതാണ് ഞാൻ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്. വിചാരിക്കും പട്ടാണിക്ക് വേവ് ജാസ്തി ആയിരിക്കില്ല, അതുകൊണ്ട് പെട്ടെന്നാവില്ല എന്ന് സംശയിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ പച്ചയായ പട്ടാണിയാണ് എടുത്തതെന്ന് പറഞ്ഞാൽ ഇത് കവറിങ് ഉള്ളതായതുകൊണ്ട് വേവിൻ്റെ ഒരു പ്രശ്നമേ വരുന്നില്ല. നമുക്കെപ്പോഴും പച്ചയായിട്ട് കഴിക്കാൻ കഴിയുന്ന ഒരു പട്ടാണി തന്നെയാണ്. അങ്ങനെ നമ്മൾ പകുതി വേവിൽ എടുത്ത ഉണ്ണിക്കാമ്പ് ശരിയായിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കാമ്പ് തയ്യാറായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് പകുതി വേവ് എന്ന് ഉദ്ദേശിക്കുന്നത് വേവിച്ച് അതിനെ കൂടുതൽ പോഷകാംശം നഷ്ടപ്പെടുത്തരുത് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേവ് എത്രത്തോളം വേണം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഞാൻ പലപ്പോഴും കുറഞ്ഞ വേവിലാണ് വെജിറ്റബിൾസൊക്കെ വേവിക്കാറ്. അതാണ് ഞാൻ പകുതി വേവ് എന്ന് ഉദ്ദേശിച്ചത്. അതേപോലെ ഇതിൽ ഓയിലോ ഒന്നും ഉപയോഗിച്ചില്ല, തേങ്ങ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പ്രത്യേക വറവും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതിൽ തന്നെ നമുക്ക് ഉപ്മാവ്, ഒരു ചാമേരിൻ്റെ ഉപ്മാവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കുറച്ച് വെജിറ്റബിളിൻ്റെ തേങ്ങ അരച്ച് വാർന്നൊരു വെജിറ്റബിൾ കറിയും കൂടിയാണ് ഇത്. നല്ലൊരു വയറിന്